ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ തോന്നി ആ ഒരു ക്ലൈമറ്റ്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണമല്ലോ ആ ഒരു ക്ലൈമറ്റൊക്കെ വരുമ്പോൾ. അങ്ങനെ ഞാൻ എണീറ്റ ഉടനെ തന്നെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പം നോക്കിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു രാത്രിയിൽ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഇലയിലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലൈമറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പൊതുവെ രാവിലെ എണീക്കുമ്പോൾ ഒന്നെങ്കിൽ മഴ അല്ലെങ്കിൽ വെയിൽ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നേരത്തെ ആണെങ്കിൽ ഒരു ഹാക്ക് ചെയ്തായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു കൊറോണ ടൈമിലൊക്കെ എല്ലാവർക്കും ഇതൊക്കെ തന്നെയല്ല പരിപാടി. ഇങ്ങനെ കുപ്പിയൊക്കെ കട്ട് ചെയ്തിട്ട് പലതരം ബോട്ടിൽസ് ഉണ്ടല്ലോ, അതിങ്ങനെ കട്ട് ചെയ്തിങ്ങനെ ചെടിയൊക്കെ ഇങ്ങനെ വെക്കത്തില്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വെച്ചായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതെങ്ങനെയോ തറയിൽ വീണിപ്പോയി. പിന്നെ അതിനകത്ത് എന്തൊക്കെയോ തനിയെ കുറേ പോച്ചയൊക്കെ കളിച്ച് വന്നതാണ്. പിന്നെ ഇത് നമ്മുടെ പുളിമരമാണ്. പുളി എന്ന് പറയുമ്പോൾ നമ്മുടെ ചീമപ്പുളിയാണ് കേട്ടോ. ചിലയിടത്ത് ഇരുമ്പം പുളി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അവിടുത്തെ റബ്ബർ കാര്യങ്ങളൊക്കെ വെട്ടിയതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും സൺലൈറ്റ് ഒന്നും ഇങ്ങോട്ട് അടിക്കത്തില്ലായിരുന്നു. നമുക്ക് ഇപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ ഉണങ്ങാനൊക്കെ ഇട്ടാലും ഭയങ്കര പാടാണ് ഉണങ്ങി കിട്ടാനായിട്ടൊക്കെ. അപ്പോൾ രാവിലെ തന്നെ നോക്കിയപ്പോൾ ഇലയിലൊക്കെ ഇങ്ങനെ വെള്ളം വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ആയിട്ട് ഇങ്ങനെ അതുകൊണ്ട് ചെറിയൊരു വെയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്ന സമയത്ത് ഞാൻ രാവിലത്തെ ഒരു വെയിൽ കൊള്ളാമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊള്ളാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു വെയിലും അതും നല്ലതായിട്ട് കൊള്ളാൻ വേണ്ടി പറ്റുന്നൊരു ടൈമായിരുന്നു. പിന്നെ ഞാൻ നോക്കുകയാണ് ഇവിടെ ഈ കറ്റാർവാഴയില്ലേ, നമ്മുടെ അലോവേറ ജെൽ. അപ്പം അലോവേറ ജെല്ലല്ല, അലോവേറ. അപ്പോൾ അത് നമ്മൾ നട്ട് വെച്ച സമയത്ത് അതൊന്ന് ഈ പൂച്ച വന്നിട്ട് തട്ടി അങ്ങനെയൊക്കെ തറയിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചു. പിന്നെ ഇതേ കണ്ടോ, ക്ലൈമറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ കുറച്ചൊന്ന് ഡാർക്കായിട്ട് വരുവാണ്. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേന് അമ്മ അവിടെ ദോശയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം തന്നെ ഒരു കസ്റ്റമർ വന്നു നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചത് ഞാൻ തിരിച്ചിടാം എന്ന് പറഞ്ഞപ്പോൾ അമ്മ കുറേ ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ട് പോയി. അത് അങ്ങനെ തിരിച്ചിടണം, ഇങ്ങനെ തിരിച്ചിടണം, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷനൊക്കെ തന്നു. ഞാൻ അതനുസരിച്ച് തിരിച്ചൊക്കെ ഇട്ട് ദോശയൊക്കെ ചുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ദോശയും ചമ്മന്തിക്കറിയായിരുന്നു. മിക്ക ഡേയ്സിലും ഞങ്ങൾ ദോശയും ചമ്മന്തിക്കറിയാണ് ഉണ്ടാക്കാറുള്ളത്. ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ദോശയും ചമ്മന്തിക്കറിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറുള്ള ടൈമിൽ എൻ്റെ ബ്രദറിനാണെങ്കിലും അത്തായിക്കാണെങ്കിലും ദോശയാണ് എപ്പോഴും ഇഷ്ടം. എനിക്കാണെന്നുണ്ടെങ്കിൽ പണ്ട് ദോശ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ദോശ ഇഷ്ടമാണ്. നമ്മളില്ല പുറത്ത് കടയിൽ നിന്നൊക്കെ കഴിക്കത്തില്ല, തട്ടുകടയിൽ നിന്നൊക്കെ തട്ട് ദോശ കഴിക്കത്തില്ല, അത് നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാലുണ്ടല്ലോ, അപ്പോൾ ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ പാല് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പാല് കാച്ചി അത് കുടിച്ചു. അത് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്കിനി കുളിക്കാൻ പോകണം. കാരണം ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കസിൻ്റെ തന്നെ മാരേജ് ഉണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചായ കുടിച്ച് കുളിക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ നല്ല മഴ, വെയിലും മഴയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ മാറി മാറി നിൽക്കുമായിരുന്നു. പിന്നെ ഇവിടെ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ പോയി കുളിച്ചൊന്ന് റെഡിയായിട്ടൊക്കെ വരാം. അപ്പോഴത്തേനും ടൈമായി നമുക്ക് പോകാനായിട്ട്. അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി സെറ്റായിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളങ്ങനെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അപ്പം കുറച്ച് നേരത്തെ പോകണമെന്ന് വിചാരിച്ചാൽ നമ്മളെപ്പോഴും ലേറ്റായിട്ടാണ് ഓരോ ഫംഗ്ഷനൊക്കെ പോകുമ്പം. ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ എത്തി. ഇത് ഗ്രീൻ വാലിയാണ്. ഗ്രീൻ വാലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര വെയിലല്ലയോ. മണമുള്ളതായിരുന്നു. പിള്ളേരെല്ലാം പോവാ. അവരെല്ലാം വീഡിയോ അവരെല്ലാം ഇതിന് വന്നതാന്ന് തോന്നുന്നു. അവരെല്ലാം മറ്റേ ഇതിനകത്ത് മുങ്ങാൻ വന്നതാ. അപ്പം ഞങ്ങളവിടെ നിന്നപ്പം ഈ കുഞ്ഞൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണത്. അപ്പം കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഏജൊക്കെ ഉള്ളവരാണ് വന്നത്. ചിലപ്പോൾ അതിൽ കൂടുതൽ ഏജും കാണും. കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നി. അപ്പം കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുകയാണ് അവർ യൂട്യൂബേഴ്സ് ആയിരിക്കും. ഞാൻ പറഞ്ഞാൽ അല്ല, അവരെനിക്ക് തോന്നുന്നു അല്ലാതെ എന്തോ കുറച്ച് ഗേൾസ് ഇങ്ങനെ വന്നതാണ്. ഒരു ചെറിയ ട്രിപ്പൊക്കെ ആയിട്ട് വന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ മുങ്ങാൻ വന്നതാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ടല്ലോ. അപ്പം സ്വിമ്മിംഗ് പൂളിൽ വന്നതാണെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. പിന്നെ ജസ്റ്റ് ഇവിടെ ആ ഒരു ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എൻ്റെ സിസ്റ്ററിൻ്റെ ഔട്ട്ഡോറൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു മാരേജ് കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതുവഴി നടന്നു പോകുന്ന അമ്മ വീഡിയോ എടുത്ത് തരുമായിരുന്നു. പിന്നെ ഇവിടെ മറ്റേ ചെറിയില്ലേ, ചെറി മറ്റേ ഓലോലിക്ക അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഒത്തിരി തറയിൽ ഇങ്ങനെ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഫംഗ്ഷന് വന്ന സമയത്ത് ഇവരുടെ തന്നെ എൻഗേജ്മെൻറ്റിന് നമ്മൾ വന്ന ടൈമിൽ ഇതിങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സീസൺ ആയെന്ന് തോന്നുന്നു. അങ്ങനെ ഒത്തിരി നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇങ്ങനെ ചുമന്ന കായൊക്കെ ഇങ്ങനെ തറയിൽ വീണ് കിടക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ നല്ല ഭംഗിയാണ്. നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനും അങ്ങനെ ഫംഗ്ഷനൊക്കെ നടത്തുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഫംഗ്ഷൻ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കണം. നമ്മളെപ്പോൾ വന്നാലും ഇവിടേക്ക് ഒന്ന് വരും കേട്ടോ. അത് ഞങ്ങൾ ഫാമിലിയിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. വന്നു കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിൽ മാത്രം ഇരിക്കില്ല, പുറത്ത് ഇവിടെ ഇങ്ങനെ ഇറങ്ങി നടക്കാറുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കുറേ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ കുറേ ഫ്ലവേഴ്സും അങ്ങനെ കുറച്ച്
ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ടൈപ്പ് കുറച്ച് ഫ്ലവേഴ്സൊക്കെ കണ്ടു. അങ്ങനെ ജസ്റ്റ് അവിടെയൊക്കെ നിന്ന് ഞാനും അമ്മായിക്ക് ഇനി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരുന്നതേ ഉള്ളൂ, ആരും വന്നില്ല. സാധാരണ നേരത്തെ വരേണ്ടതാണ്, അപ്പോൾ എല്ലാവരും വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വരട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര അലമ്പായിരുന്നു. അങ്ങനെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോൾ പോയാലും ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി പോകും. കാരണം എനിക്കിങ്ങനെ ബോട്ടിൽസ് കാണുമ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വാങ്ങത്തില്ല, പക്ഷേ എന്തോ ഇങ്ങനെ കണ്ടങ്ങ് നിന്ന് പോകും. അപ്പോൾ നേരത്തെ ഇവിടെ 2 ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നോക്കി. പിന്നെ ഞാൻ പോയപ്പോൾ 2 ലിറ്ററിൻ്റെ ബോട്ടിലൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന ഉടനെ തന്നെ അപ്പം ബ്രൈഡ് ഗ്രൂമിൻ്റെ വീട്ടിൽ പോയല്ലോ, നമ്മൾ വിളിക്കാൻ പോകണമല്ലോ, അങ്ങനെ ചടങ്ങുണ്ടല്ലോ, അപ്പോൾ അതിന് പോകേണ്ടി വന്നു. അപ്പോൾ ഇതെൻ്റെ കസിനായിരുന്നു കേട്ടോ. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ ഒരുങ്ങാനുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് ബാഗിലിട്ടുകൊണ്ട് ചാടി വന്നതാണ്. കാരണം പുള്ളിക്കാരിക്ക് ഒരുങ്ങാനുള്ള ടൈം കിട്ടിയില്ല. ഞങ്ങളാണെങ്കിൽ തന്നെ മാരേജ് കഴിഞ്ഞ് കുറേ നേരം കസിൻസ് എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഒരു 2 മണിയൊക്കെ 2:30 ആയപ്പോഴാണ് തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വീട്ടിലോട്ട് വന്നൊരു ഗ്ലാസ് വെള്ളം കുടിച്ചുള്ളൂ. അപ്പോഴാണ് അത്ത പറഞ്ഞത് വണ്ടി ഇപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ വരുമെന്ന്. അങ്ങനെ പെട്ടെന്ന് റെഡി ആയിട്ട് ഡ്രസ്സ് മാറ്റി അങ്ങനെ നമ്മൾ പിന്നെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വെൽക്കം ഡ്രിങ്കും ഡെസേർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഫ്രൂട്ട് സാലഡ് കഴിച്ചു, എനിക്ക് അല്ലാത്ത ഫുഡൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞാണ് പെട്ടെന്ന്, കാരണം ഞങ്ങൾ വണ്ടി നോക്കിയപ്പോൾ വണ്ടി കണ്ടില്ല, നോക്കിയപ്പോൾ കുറച്ച് ബാക്കിലായിട്ടാണ് കിടന്നത്. അവിടെ എത്തിയപ്പോഴത്തേന് വണ്ടി ഫ്രണ്ടോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് കയറിയത്. അത് ഞങ്ങളിങ്ങനെ പറയായിരുന്നു. പിന്നെ ഇങ്ങനെ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഭയങ്കര വൈബാണ് കേട്ടോ, നമ്മളെല്ലാവരെയും വിളിച്ച് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു മൂഡില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.